പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ നിസ്സാരമായി കാണരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ, ദൈവത്തിൻ്റെ പ്രേരണകളെ ഒരു ദൈവ പൈതൽ നിസ്സാരമായി കണക്കാക്കുന്നത് ദൈവത്തിന് സന്തോഷകരമായ കാര്യമല്ല. പ്രൈസ് ദ ലോർഡ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം തിയത്തീറായിലെ സഭയ്ക്ക് ദൈവത്തിൻ്റെ ദൂതൻ നൽകുന്ന ശക്തമായ ഒരു വെളിപ്പെടുത്തൽ വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. വ്യഭിചാരം ചെയ്യുന്നു എന്ന തെറ്റിനെ കുറിച്ചല്ല ഇവിടെ പറയണത്.
വിഗ്രഹങ്ങൾ അർപ്പിച്ചത് ഭക്ഷിക്കുന്നു എന്ന തെറ്റിനെ കുറിച്ചല്ല ഇവിടെ പറയണത്. വ്യഭിചാരം ചെയ്യുന്നതും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഭക്ഷിക്കുന്നതും സാരമില്ല എന്ന ചിന്തയോട് മയമുള്ള ഒരു മനോഭാവം പുലർത്തുന്നത് പോലും കർത്താവിന് ഇഷ്ടമല്ല എന്നാണ് തിരുലിഖിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തിയത്തീറായിലെ സഭ എന്ന് പറഞ്ഞാൽ നല്ല ദൈവകൃപയുള്ള സഭയായിരുന്നു. അതാണ് ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. തിയത്തീറായിലെ സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. എങ്കിലും നിനക്കെതിരായി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ, ഉഴപ്പനോ അലസനോ തോന്നിവാസിയായ ഒരു സമൂഹം അല്ല ഈ തിയത്തീറായിലെ സഭ. നല്ല തീഷ്ണതയോടെ കർത്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സഭയാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരെയും പോലെ കർത്താവിനെ കുറച്ചും കൂടെ നന്നായി സേവിക്കണം, കർത്താവിനെ കുറച്ചും കൂടെ നന്നായി മഹത്വപ്പെടുത്തണം, കുറച്ചും കൂടെ നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ തിയത്തീറായിലെ സഭയും ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിനെ കൂടുതൽ മഹത്വപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പശ്ചാത്തലമുള്ള സഭയാണ്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, നിന്റെ പ്രവൃത്തികളും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും നിന്റെ ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. അടിക്കടി ഉയർന്നു വരുന്ന ഒരു ആത്മീയ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. എന്നിട്ട് ദൈവത്തിൻ്റെ സുതൻ, ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ന്യൂനതയാണ് വെളിപാടിൻ്റെ പുസ്തകം 2:20. പ്രവാചിക എന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപത്തോടും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികളോടും മയമുള്ള ഒരു മനോഭാവം എടുക്കാൻ പാടില്ല എന്ന് കർത്താവിൻ്റെ ആത്മാവ് നിരോധിക്കുന്നു. പാപത്തോട് മയമില്ലാത്ത നിലപാടെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ പാപം ചെയ്യുന്നത് സാരമില്ല എന്ന് ഉത്ബോധിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ദൈവ പൈതലോ ഒരു പ്രബോധകനോ ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവരുടെ പ്രബോധനങ്ങളോട് അവരുടെ സാന്നിധ്യത്തോട് മയമുള്ള ഒരു നിലപാട്, സാരമില്ല, ഇതൊന്നും ഇച്ചിരി കുഴപ്പമില്ല, സാരമില്ല എന്ന നിലപാട് എടുക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഒരു ദാസന് സംഭവിച്ച വലിയ ഒരു വീഴ്ചയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം പ്രത്യേകം വാഗ്ദാനം ചെയ്ത് അപ്പനും അമ്മയും ഒരുപാട് പ്രാർത്ഥിച്ചുണ്ടായ സാംസൺ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തി ആത്മാവിൻ്റെ ശക്തിയിൽ അധികമായി വളർന്ന് ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞ സാംസൺ. ആ സാംസന്റെ അടുത്ത് ഒരു ദലീല വന്ന്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സാംസന്റെ അടുത്തൊരു ദലീല. ആ ദലീല ഈ സാംസനോട് പലവട്ടം അവൾ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്: നിന്റെ ശക്തിയുടെ രഹസ്യമെന്ത്? ഈ ദലീലയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ശത്രുക്കൾക്ക് സാംസനെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സിൽ ഒരുമ്പെട്ടവളാണ് അവൾ. ശത്രുക്കൾക്ക് സാംസനെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സിൽ ഒരുമ്പെട്ടവളാണ് ദലീല. ആ ദലീല സാംസന്റെ കൂടെ വസിക്കുമ്പോൾ സാംസനോട് അവൾ നിരന്തരം ആവശ്യപ്പെട്ടൊരു സംഗതിയുണ്ട്: നിന്റെ ശക്തിയുടെ രഹസ്യമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ സാംസൺ ദലീലയോട് കൂടെ ഇരിക്കുമ്പോൾ അവൾ വളരെ കെഞ്ചി പറഞ്ഞു. അവൾ വളരെ മയത്തോടെ പറഞ്ഞു. അവൾ പ്ലീസിങ് ആറ്റിറ്റ്യൂഡോടുകൂടി അവൾ മനസ്സിനെ മയക്കുന്ന വിധത്തിൽ സാംസനെ കീഴ്പ്പെടുത്തിയിട്ട് സാംസനോട് പറഞ്ഞു: സാംസൺ, ഒരു കാര്യം മാത്രം എനിക്ക് പറഞ്ഞു തരിക, നിന്റെ ശക്തിയുടെ രഹസ്യമെന്ത്? അപ്പോൾ സാംസൺ അവളോട് പറഞ്ഞു: 7 ഞാണുകൊണ്ട്, ഉണങ്ങാത്ത 7 ഞാണുകൊണ്ട് എന്നെ കെട്ടിയാൽ എൻ്റെ ശക്തി പോകും. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവൾ ഫിലിസ്ത്യർക്ക് അത് പറഞ്ഞു കൊടുത്ത് അവൾ ഒച്ച വെച്ച്. അപ്പോൾ ശത്രുക്കൾ വന്ന്, പക്ഷേ
സാംസൺ അത് അവളോട് ഒരു നുണ പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ശക്തി പോയിരുന്നില്ല. അതുകൊണ്ട് അവന് ആ അവൾ സാംസനെ ചണം കൊണ്ട് 7 ഞാണുകൊണ്ട് വരിഞ്ഞ് കെട്ടി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സാംസൺ അതെല്ലാം പൊട്ടിച്ച് ദൂരെ എറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടും സാംസൺ മനസ്സിലാക്കിയില്ല, ഇവൾ എൻ്റെ ശത്രുവാണ്, ഇവൾ എൻ്റെ ആത്മീയ ശക്തി നശിപ്പിക്കും എന്ന് സാംസൺ മനസ്സിലാക്കിയില്ല. വീണ്ടും അവൾ സാംസണോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു, നീ എന്നെ കളിപ്പിച്ച് എനിക്ക് നിൻ്റെ ശക്തി പറഞ്ഞു തരാം. മറ്റൊരവസരത്തിൽ വീണ്ടും അവൾ സാംസൻ്റെ മനസ്സിനെ വശീകരിച്ചു. അപ്പോൾ സാംസൺ മറ്റൊരു കാര്യം പറഞ്ഞു കൊടുത്ത്, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തിയെല്ലാം പോകും. ഉടനെ അവൾ ഒരു പുതിയ കയറുകൊണ്ട് അവസരം പാർത്തിരുന്ന് അവസരം കിട്ടിയപ്പോൾ ഒരു പുതിയ കയറുകൊണ്ട് സാംസനെ വരിഞ്ഞു കെട്ടി. എന്നിട്ട് അവൾ പറഞ്ഞു, ഇതാ ശത്രുക്കൾ വരുന്നു, എഴുന്നേൽക്ക്. സാംസൺ എഴുന്നേറ്റു. സാംസൻ്റെ മേൽ ചുറ്റിയിരുന്ന കയറ് അത് അഗ്നിയിൽ ചാമ്പലാകുന്നത് പോലെ അത് ദഹിച്ചു പോയി, അത് ചിന്നിച്ചിതറിപ്പോയി. ഹല്ലേലൂയ. എന്നിട്ടും സാംസൺ മയമുള്ള മനോഭാവം മാറ്റുന്നില്ല. തൻ്റെ ശക്തിയെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന, തന്നെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന ഈ ദലീലയോട് മയമുള്ള മനസ്സ് അവൻ മാറ്റുന്നില്ല. വീണ്ടും മറ്റൊരിക്കൽ അവൾ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി, അവനെ വശീകരിച്ച്. പാപത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ് വശീകരണം. അവനെ വശീകരിച്ച് അവൻ്റെ മനസ്സിനെ കവർന്നെടുത്ത് കീഴ്പ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നീ 2 തവണ എന്നെ കളിപ്പിച്ച്, ഈ തവണയെങ്കിലും സത്യം പറഞ്ഞു തരണം. ഹല്ലേലൂയ. അപ്പോഴും സാംസൺ മറ്റൊരു ഒരു ഉപദേശം കൊടുത്ത്. അതാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. എൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാനും ബലഹീനനാവും. അവസരം പാർത്തിരുന്ന് അവസരം കിട്ടിയപ്പോൾ അവൾ അതുപോലെ ചെയ്ത്. പക്ഷേ അപ്പോഴും സാംസനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ഇതാ ഇവന് തൻ്റെ ആത്മീയ ശത്രുവിനെ തിരിച്ചറിയാനുള്ള വിവേകം കാണിക്കുന്നില്ല. തിരിച്ചറിഞ്ഞിട്ട് പോലും അവൻ അതിനോട് മയമുള്ള ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മീയ ശത്രുവിനെ നീ തിരിച്ചറിയണം. നിന്റെ ആത്മീയ വളർച്ച നീ കാര്യമായി കരുതുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ ആത്മീയ വളർച്ച നീ കാര്യമായി കണക്കാക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ ആത്മീയ അഭിഷേകം നശിപ്പിക്കുന്ന നിന്റെ ആത്മീയ ശത്രുവിനോട് നീ മയമുള്ള ഒരു നിലപാട് എടുക്കുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ഇതാ സാംസൺ ഇവിടെ ഒരു മയമുള്ള നിലപാടാണ് വീണ്ടും എടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ മറ്റൊരിക്കൽ സാംസനെ വീണ്ടും വശീകരിച്ച് വീണ്ടും കീഴ്പ്പെടുത്തി. അവൾ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നീ സത്യം തുറന്നു പറയണം. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇവളുടെ അലട്ടൽ മരണത്തിന് തുല്യമായി. ഉറക്കെ പറയാം, അലട്ടൽ മരണത്തിന് തുല്യമായി. അവളുടെ അലട്ടൽ മരണത്തിന് തുല്യമായി. അത്രയും സമാധാനം കിട്ടും. നീ ഒരു പാപത്തെ നിന്റെ ആത്മീയ ശത്രുവിനോട് നീ മയമുള്ള ഒരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ, നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പ്രതിഭാസമാണെങ്കിലും, നിസ്സാരമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണെങ്കിലും, നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പ്രലോഭനമാണെങ്കിലും അത് നിന്റെ മേൽ പിടിമുറുക്കി അതിൻ്റെ അലട്ടൽ മരണത്തിന് തുല്യമായ അലട്ടലായി ഇന്നല്ലെങ്കിൽ നാളെ മകളെ രൂപാന്തരപ്പെടും എന്ന് നീ മറക്കരുത്. അവളുടെ അലട്ടൽ മരണത്തിന് തുല്യമായി. അപ്പോൾ സാംസൺ സത്യമായി ഉള്ളതുപോലെ തുറന്നു പറഞ്ഞ്. ഹല്ലേലൂയ. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യം. അവൻ രഹസ്യം തുറന്നു പറഞ്ഞ്, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി പോകും. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവൾ മറ്റുള്ളവർക്ക് രഹസ്യം ചോർന്നു കൊടുത്ത്, ശത്രുവിന് രഹസ്യം ചോർത്തി കൊടുത്ത്, ഫിലിസ്തീയ നേതാക്കളെ വിളിച്ച് അവൾ പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഫിലിസ്തീയ നേതാക്കന്മാരുടെ പണം അവൾ പറ്റി. അവൾ
സാംസനെ മടിയിൽ ഉറക്കി കിടത്തി ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിപ്പിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റവസരങ്ങൾ എന്ന പോലെ ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ശത്രുക്കൾ വന്നപ്പോൾ സാംസൺ ഉണർന്നു. എന്നാൽ കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ശത്രുക്കളുടെ പിടിയിൽ അകപ്പെട്ട് അവൻ ബന്ധിതനായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മീയ ശത്രുവിനോട്, ആത്മീയ അഭിഷേകം നശിപ്പിക്കുന്ന സാന്നിധ്യങ്ങളോട് മയമില്ലാത്ത നിലപാടെടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്റെയും എൻ്റെയും നാശത്തിൽ നിന്ന് എന്നെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മയമില്ലാത്ത നിലപാടെടുക്കണമെന്ന് ദൈവവചനപ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമുവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ഒരു ദൈവവൈതലിനെ കാണാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാവീദ്. അദ്ദേഹം ഒരു നാൾ യുദ്ധകളത്തിൽ ചേട്ടന്മാരെ സന്ദർശിക്കാൻ പോയപ്പോൾ 6 മുഴത്തിലധികം പൊക്കമുള്ള ഒരു ആജാനബാഹുവായ ഒരു ഭീമാകാരനായ ഒരു വ്യക്തി ഗോലിയാത്ത് അവിടെ നിന്ന് ജീവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്നത് അവൻ കേട്ട്. ജീവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്നത് അവൻ കേട്ടു. ഉടനെ തന്നെ അവൻ്റെ കാല് മുതൽ തലവരെയുള്ള അവൻ്റെ ശരീരം തരിച്ചു, അവൻ്റെ രക്തം തിളച്ചു. അവൻ ചോദിച്ചു, ജീവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന ഈ അപരിച്ഛേദൻ ആരാണ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ദൈവനിഷേധകനോട്, ദൈവനിഷേധ സ്വഭാവത്തോട്, ദൈവത്തെ നിന്ദിക്കുന്ന ദൈവനിന്ദയോട്, ഇങ്ങനെയുള്ള പാപങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ ദാവീദ് മെനക്കെട്ടില്ല. ഇവന്റെ ചേട്ടന്മാരുടെ സഹപ്രവർത്തകർ ഒരുപാട് ദിവസങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നതല്ലേ. അവർ വിചാരിച്ച് സാരമില്ല പറഞ്ഞോട്ടെ എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്ന, ദൈവാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്ന ദാവീദിന്റെ ശരീരത്തിൽ, ദാവീദിന്റെ കാതുകളിൽ അവൻ ദൈവനിന്ദ കേട്ട ആദ്യ ക്ഷണത്തിൽ തന്നെ അവൻ്റെ മനസ്സിൽ അവൻ ശക്തമായ നിലപാടെടുത്തു. ദൈവനിന്ദ ഒരു ക്ഷണം പോലും അവൻ അംഗീകരിച്ചില്ല. ദൈവികമായ വിപരീത സ്വഭാവം, ദൈവനിഷേധം, നിരീശ്വര ചിന്ത, ദൈവനിന്ദ, ഇങ്ങനെയുള്ള ദൈവത്തെ നിന്ദിക്കുന്ന ആ അപരിച്ഛേദത്തിന്റെ മനോഭാവത്തോട് ഒരു ക്ഷണം പോലും അവൻ്റെ മനസ്സുകൊണ്ട് അവൻ കോംപ്രമൈസ് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രകടമായിക്കൊണ്ടിരുന്നു. ആ ഭീമാകാരനായ മനുഷ്യനെ സൗളിനും അവൻ്റെ സൈന്യനിരകൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം വലിയൊരു അപ്രതിരോധ്യമായ കോട്ട പോലെ ഉയർന്നു നിന്ന ഗോലിയാത്തിനെ വെറും ചീളുകല്ലുകൾ കൊണ്ട് അവൻ നിലത്ത് വീഴ്ത്തി വെട്ടി ആകാശത്തിലെ പറവകൾക്ക് അവൻ്റെ ശരീരം ഭക്ഷണമായി എറിഞ്ഞു കൊടുത്തില്ലേ? എന്താ കാരണം? അവൻ്റെ ശക്തി അവൻ്റെ മേൽ നിലനിന്നു. അവൻ്റെ ആത്മീയ ശക്തി, അവൻ്റെ ആത്മീയ അഭിഷേകം അവനിൽ നിന്ന് ചോർന്നു പോകാൻ അവൻ അനുവദിച്ചില്ല. കാരണം അവൻ അറിയാമായിരുന്നു, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായ സ്വഭാവമുള്ള ഇങ്ങനെയുള്ള അരൂപികളോട് ഒരു സെക്കൻഡ് പോലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലെന്ന് അവൻ അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ചുറ്റും മദ്യപാനം പെരുകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മദ്യപാനത്തിനുള്ള താല്പര്യമുണ്ടാകുമ്പോൾ, ജഡിക പാപത്തിനുള്ള താല്പര്യമുണ്ടാകുമ്പോൾ, നിരീശ്വര ചിന്തയും ദൈവനിഷേധവും താന്തോന്നിത്വമുള്ള പുസ്തകങ്ങളും പ്രസംഗങ്ങളും ലഘുലേഖകളും നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, അനുദിനം പാപം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ മനോഭാവം എന്താണ്? നിങ്ങളുടെ മനസ്സിൻ്റെ നിലപാടെന്താണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ മനസ്സിൽ പാപത്തോടും ആത്മീയ അഭിഷേകം നശിപ്പിക്കുന്ന ശത്രുവിനോടും മയമില്ലാത്ത, കോംപ്രമൈസ് ഇല്ലാത്ത ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിഷേകം മേൽക്കുമേൽ വർദ്ധിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ നാം 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ ആ തിയത്തീറയിലെ സഭയ്ക്കുള്ള സന്ദേശത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുന്നത്, നീ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കുന്നവരോടും വ്യഭിചാര ദുരാസക്തിയിൽപ്പെട്ട് കിടക്കുന്നവരോടും മയമുള്ള നിലപാടെടുക്കണം, അത് സാരമില്ല എന്ന് പറയുന്നവരോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. നീ അത് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നീ വ്യഭിചാരം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നീ മദ്യപിക്കാതിരുന്നാൽ മാത്രം പോരാ, നീ തിന്മ പ്രവർത്തിക്കാതിരുന്നാൽ മാത്രം പോരാ. തിന്മ നിന്റെ ചുറ്റിലും തഴച്ചു പെരുകുമ്പോൾ, അശുദ്ധി നിന്റെ ചുറ്റിലും പെരുകി വരുമ്പോൾ, മകനെ മകളെ, പാപത്തോട് കോംപ്രമൈസ് ഇല്ലാത്തൊരു മനസ്സ് നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കണം. പാപത്തോട് മയമില്ലാത്തൊരു നിലപാട് നിന്റെ ഉള്ളിൽ നീ സൂക്ഷിക്കണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഭൂമിയിൽ
ഈ സമൂഹത്തിൽ ജീവിച്ച കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൻ്റെ ഉള്ളിൽ പാപത്തോട്, പാപ സാഹചര്യങ്ങളോട് മയമുള്ള ഒരു നിലപാട്, ഒരു മനോഭാവം, പാപത്തിൻ്റെ അരൂപികളോടും പാപത്തിൻ്റെ പ്രേരണകളോടും പാപത്തിൻ്റെ ശക്തികളോടും മയമില്ലൊരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ്, ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങൾ അതിൻ്റെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുക. ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഇടിമിന്നൽ പോലെ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഈ സമൂഹത്തിലുള്ള ഓരോ മകൻ്റെയും ഓരോ മകളുടെയും ഓരോരുത്തരുടെയും അന്തരംഗങ്ങളിൽ ഇരിക്കുന്ന പാപത്തിൻ്റെ കോട്ടകൾ തകരാൻ ദൈവത്തിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈ പ്രാർത്ഥനകളോട് ചേർന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ, ദൈവത്തിൻ്റെ അഭിഷേക ശക്തി വ്യാപരിക്കാൻ, ദൈവത്തിൻ്റെ ആത്മീയ ശക്തി വ്യാപരിക്കാൻ ഇപ്പോൾ ഈ സമൂഹത്തിലെ എല്ലാ മക്കളും ആഗ്രഹിക്കുന്നത്. പാപത്തോട് കോംപ്രമൈസ് ഇല്ലാത്തൊരു മനോഭാവം രൂപപ്പെടാൻ, ഉള്ളിൽ പാപത്തോട് ഒരിക്കലും മയമില്ലാത്തൊരു നിലപാടെടുക്കാൻ തക്കവണ്ണം ആത്മാവ് ഹൃദയങ്ങളെ ഉണർത്തട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, തളർന്ന ഹൃദയങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, മന്ദിച്ചു പോയ മനസ്സുകളെ ഉണർത്തണമേ. ആത്മീയ പൗരുഷം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, ആത്മീയ വീര്യം പോയ ആത്മാക്കളെ ഇപ്പോൾ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, ഉറകട്ട് പോയ ഉപ്പ് പോലെ എന്തായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്കെൻ്റെ കാര്യം നടന്നാൽ മതി, ഇങ്ങനെയുള്ള ഉറകട്ട് പോയ ജീവിതങ്ങളെ ഇപ്പോൾ വീണ്ടും ലഹരി പിടിപ്പിക്കണമേ. ഇപ്പോൾ വീണ്ടും വീര്യപ്പെടുത്തണമേ. വീര്യപ്രവർത്തികൾ ചെയ്യാൻ വീര്യത്തിന്റെ ആത്മാവേ ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ വ്യാപരിക്കണമേ. ഈ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി എല്ലാവരും വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ വ്യാപരിക്കണമേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, ഓ പരിശുദ്ധാത്മാവേ, ദാവീദിന്റെ മേൽ വ്യാപരിച്ചതുപോലെ ഇപ്പോൾ ഈ സമൂഹത്തിന് മേൽ വ്യാപരിക്കണമേ. ദൈവനിന്ദയും അഹങ്കാരവും താന്തോന്നിത്വവും വഷള സ്വഭാവവും മൂഢതയും ജഡികഭാവങ്ങളും സ്വാർത്ഥതയും തന്നിഷ്ടവും ഏകാധിപത്യവും ഇതെല്ലാം പെരുകുമ്പോൾ അതിനോട് മയമില്ലാത്തൊരു നിലപാടെടുത്ത് എളിമയുടെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സത്യസന്ധതയുടെയും മാർഗത്തിലൂടെ നടക്കാൻ തക്കവണ്ണം വീര്യപ്പവർ, വീര്യത്തിൻ്റെ അഭിഷേകം ഈ ദൈവമക്കൾക്ക് നൽകണമേ. ഭീരുത്വമുള്ള ഹൃദയങ്ങളിലേക്ക് വീര്യത്തിൻ്റെ അഭിഷേകമായി പരിശുദ്ധാത്മാവേ വരണമേ. ഈ ലോകത്തിൽ ഇങ്ങനെയേ പറ്റൂ എന്ന് പിശാച് ബന്ധിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്ന ചിന്ത നൽകി പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നവരെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടുന്നു. ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവേ, ഈ ബോധ്യങ്ങൾ അഭിഷേകമായി ഹൃദയങ്ങളിലേക്ക് നൽകി വീര്യത്തിൻ്റെ ആത്മാവായി, ധൈര്യത്തിൻ്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, അഭിഷേകത്തിൻ്റെ ആത്മാവായി, തിന്മകളെ എതിർക്കാൻ കഴിവുള്ള ആത്മാവായി, അഭിഷേകത്തിൻ്റെ ആത്മാവായി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പരിശുദ്ധാത്മാവിനെ ഉറക്കെ വിളിക്കുക, ഉറക്കെ വിളിക്കുക. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 17-ാമത്തെ തിരുലിഖിതം. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഒത്തിരി കരഞ്ഞ് നിലവിളിച്ച് എളിമയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ജീവിതഭാരങ്ങളും ദുഃഖങ്ങളും സമർപ്പിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ പിതാവേ കരുണയായിരിക്കണമേ. യേശുവിൻ്റെ തിരുശരീരത്തിന് ശക്തി പുറപ്പെട്ട് തകർന്നിരിക്കുന്ന അനേകം കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തക്കവണ്ണം പിതാവേ അവിടുന്ന് ഇപ്പോൾ ലോകത്തെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരുപാട് കണ്ണുനീരിലാണ്ട കുടുംബങ്ങൾ, ഒരുപാട് ദുഃഖത്തിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, മനസ്സ് തകർന്നിരിക്കുന്നവർ കർത്താവെ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുസന്നിധാനത്തിൽ നിലവിളിച്ച് കരയുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ നിന്നും ഒരു ദൂതൻ അവർക്ക് വേണ്ടി ഇപ്പോൾ അവിടുന്ന് നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ പക്കലേക്ക് ഉയർന്ന നിലവിളികൾ അവിടുന്ന് ചെവിച്ചായ്ച്ച് കേൾക്കണമേ കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. കർത്താവെ, അടുത്ത് വന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ കൂടെ വ്യാപരിക്കുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനം മുഴുവനും ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ഇടപെടണമേ. ഇപ്പോൾ എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ കർത്താവെ. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന.